വീട്ടിലേക്ക് പോവാണേ. പണ്ടൊക്കെ സ്കൂൾ അവധിക്ക് മാമൻ്റെ വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും. എങ്ങനെയെങ്കിലും മാമൻ്റെ വീട്ടിലേക്ക് വേഗം എത്തണേ എന്നാണ് പ്രാർത്ഥന ഉണ്ടായിരിക്കുക. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ വീട്ടിലേക്ക് പോയി വരുന്നത് കൊണ്ടാണോ എന്തോന്നറിയില്ല, എൻ്റെ ലച്ചുവിന് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ. അങ്ങനെ നമ്മൾ എടപ്പാളിന്ന് ചെറിയൊരു പർച്ചേസിങ്ങും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ബസ്സിൽ ഇതുപോലെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഒന്നല്ലെങ്കിൽ ബൈക്കിനോ കാരണോ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് പതിവ്. ഈ ബസ്സിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ മനസ്സ് ഫുള്ളായിട്ട് എൻ്റെ സ്കൂൾ കാലഘട്ടം മാത്രമാണ് കേട്ടോ മിന്നി മറഞ്ഞു പോകുന്നത്. അന്ന് നമ്മുടെ സ്ഥിരം വാഹനം ബസ്സാണല്ലോ, ബസ് യാത്രകളാണല്ലോ. പിന്നെ അന്നത്തെ ആ ഓരോരോ വഴികളും എല്ലാം കാണുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജി അടിച്ചിട്ടാണ് ഞാനീ പോകുന്നത്. അങ്ങനെ ഇതേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. നരിപ്പറമ്പ് എന്ന് പറയും, ചമ്രവട്ടം എന്നൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത്. അവിടെ നിന്നും ബസ് കയറിയിട്ട് പോകാം, പക്ഷേ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെ ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ വഴികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കാരണം പൊതുവേ നമ്മൾ ബൈക്കിലോ കാറിലോ വരുമ്പോൾ ഈ വഴിയിലൂടെ വരാറില്ല, വേറെ വഴിയിലൂടെയാണ് വരിക. ഈ വഴിയിലൂടെയൊക്കെ എപ്പോഴെങ്കിലും ഇതുപോലെ ബസ്സിലോ ഓട്ടോയിലൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഈ വഴി കാണാറ്. അങ്ങനെ നമ്മുടെ അമ്പലം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ വീടാണ് കേട്ടോ.